റീബ്രാൻഡ് ചെയ്ത കോസ്മോസ് ഷോറൂം കണ്ണൂർ മേലെ ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് തരംഗം സൃഷ്ടിച്ച കോസ്മോസ് സ്പോർട്സ് ഫാഷൻ രംഗത്തും കയ്യൊപ്പ് ചാർത്തി മുന്നേറുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലേറെയായി കേരളത്തിലെ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് തരംഗം സൃഷ്ടിച്ച കോസ്മോസ് സ്പോർട്സ് ഫാഷൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കാനൊരുങ്ങുകയാണ്. ജനങ്ങൾക്ക് അവരുടെ കായിക താൽപര്യങ്ങളെ പിന്തുടരാനാവശ്യമായ പ്രീമിയം ക്വാളിറ്റി കായികോപകരണങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിൽ കോസ്മോസ് എന്നും മുൻപന്തിയിലാണ്. 1990-ൽ സ്ഥാപിതമായ കോസ്മോസ് കേരളം മുഴുവൻ 10 ബ്രാൻഡ് ഷോറൂമുകളും UAEയിൽ 2 ഷോറൂമുകളും സ്ഥാപിച്ച സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് മുൻപ് തന്നെ സാന്നിധ്യമുറപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഫാഷൻ, ഫിറ്റ്നസ്, സ്പോർട്സ് മേഖലകളിൽ മുന്നേറ്റം നടത്തി സജീവമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ലൈവ് ടു മൂവ് എന്ന പുതിയ ബ്രാൻഡ് ലൈനും കോസ്മോസ് സ്വീകരിച്ചിരിക്കുന്നു. റീബ്രാൻഡ് ചെയ്യപ്പെട്ട ആദ്യ കോസ്മോസ് ഷോറൂം കണ്ണൂർ മേലെ ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ആസിഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ലൈഫ് സ്റ്റൈലും കൂടെ വരുന്ന ഒരു ഷോറൂമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഫാഷൻ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കണ്ണൂരിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം കേരളത്തിൽ ഏറ്റവും പുതിയ ട്രെൻഡ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മുംബൈയിലും മലബാറിലുമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോസ്മോസിൻ്റെ ആദ്യത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫാഷൻ ലോഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ണൂരാണെന്ന് എനിക്ക് തോന്നുന്നു. സോ കോസ്മോസ് സ്പോർട്സ് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പേഴ്സണലി ഒരു സ്പോർട്സ് സ്റ്റോർ പോയി വെറുതെ കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയ സമയത്ത് മരത്തിൽ നിന്ന് ഒടിച്ചു കൊണ്ടുവരുന്ന സ്റ്റമ്പും മടക്കലയിൽ നിന്നുണ്ടാക്കുന്ന ബാറ്റിൽ നിന്നും ഒരു സ്പോർട്സ് സ്റ്റോറിലൊരു ക്രിക്കറ്റ് ബാറ്റ് കണ്ടപ്പോൾ ഉണ്ടായ ആ എക്സൈറ്റ്മെൻറ്റ് ഇന്നും ഒരു സ്പോർട്സ് സ്റ്റോർ കാണുമ്പോൾ എനിക്കുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡുകളായ അഡിഡാസ്, നൈക്കെ, യോണക്സ്, ലീനിങ്, അസിക്സ്, സ്പീഡോ എന്നിവയോടൊപ്പം നിവിയ, ക്യാമ്പസ്, SGSS, USI, എബ്രോസ് പോലുള്ള ഇന്ത്യൻ ബ്രാൻഡുകളും കോസ്മോസിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ കയ, ടൊറന്റോ, സൺക്രോസ്, വിവ, ഇമോട്ടൊറാഡ് മുതലായ സൈക്ലിംഗ് ഫിറ്റ്നസ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ജനങ്ങൾക്ക് സ്പോർട്സിനോടും ചടുലമായ ജീവിതശൈലിയോടുമുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ് കോസ്മോസിന്റെ ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ആബിദ് നിഷാദ് പറഞ്ഞു. ഒരു സ്പോർട്സ് ലെഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണ്. അപ്പം സ്പോർട്സിലൂടെ ആൾക്കാരെ, അല്ലെങ്കിൽ ഫിറ്റ്നസ് അല്ലെ ഫാഷനിലൂടെ കൂടുതൽ ആൾക്കാരെ, ഫാഷനിലൂടെ കുറച്ചുകൂടി ആൾക്കാരെ സ്പോർട്സിലേക്ക് കൊണ്ടുവരികയും അതേപോലെ ഒരു സ്പോർട്ടിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു സ്പോർട്സ് ഫോർ ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അഫോർഡബിൾ, ആക്സസിബിൾ, ആ രീതിയിൽ സ്പോർട്സ് എല്ലാവർക്കും, സ്പോർട്സ് ചിലർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കുമുള്ള ഇതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു 10 years down the line ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു പ്ലെയർ ആവുക, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് സ്പോർട്സ് എത്തിക്കുക, കൂടുതൽ പേരിലേക്ക് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക, ഒരു മൂവ്മെൻറ്റ്, ബ്രിങ്ങിങ് മൂവ്മെൻറ്റ് ടു ലൈഫ്, അതാണ് നമ്മൾ കാണുന്നത്. സോ അതിന് ആസിഫ് അലിയെ പോലെ ഒരാൾ നമ്മളെ ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിപുലീകരിച്ച കോസ്മോസ് ഷോറൂമുകളിൽ ഇനി മുതൽ സ്പോർട്സ് വെയർ, കായികോപകരണങ്ങൾ, ഫുട്വെയർ, സൈക്കിൾസ്, ഇലക്ട്രിക് ബൈസൈക്കിൾസ്, ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് എന്നതിനൊപ്പം ഫാഷൻ അപ്പാരൽസും ലഭ്യമായിരിക്കും. കോസ്മോസ് ഷോറൂമുകളിൽ മാത്രം ലഭ്യമായ അഫോർഡബിൾ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സ്പോർട്ടാനോ, ഫിറ്റ്മെന്റ്, ലെൻറ്റസ് എന്നിവ കോസ്മോസിന്റെ സ്വന്തം ബ്രാൻഡുകളാണ്. എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും മികച്ച ശേഖരവുമായി കോസ്മോസ് ജനങ്ങളുടെ ഇഷ്ട ബ്രാൻഡായി മുന്നേറുകയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് PA, അബ്ദുൽ നിസാർ, ചെയർമാൻ AK നിഷാദ്, കോ-ചെയർമാൻ AK ഫൈസൽ, സെയിൽസ് ഹെഡ് വിഷ്ണു കൃഷ്ണ, ബിസിനസ് ഹെഡ് സുരേന്ദ്രൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.